ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോയിഡ് എഗ്രിമെന്റ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872നെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 24 to 30 ഓഫ് ദ ആക്ട് ആണ് വോയിഡ് എഗ്രിമെന്റ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് വൈകിക്കാൻ്റെ ടോപ്പിക്കിലോട്ട് പോവാം. വോയിഡ് എഗ്രിമെന്റ് എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 2 clause G ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ആൻ എഗ്രിമെന്റ് ദാറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് നോൺ ആസ് വോയിഡ് എഗ്രിമെന്റ്. നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയാത്ത എഗ്രിമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 24 നോക്കാം. എഗ്രിമെന്റ്സ് വോയിഡ് ഇഫ് കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട്സ് അൺലോഫുൾ ഇൻ പാർട്ട്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ മൊത്തമായിട്ടോ അതല്ലെങ്കിൽ ഭാഗികമായിട്ടോ കൊടുത്തിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു എഗ്രിമെന്റിനെ നമ്മൾ വോയിഡ് എഗ്രിമെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, കൊടുത്ത കൺസിഡറേഷൻ അത് ചിലപ്പോൾ മൊത്തമായിട്ടാവാം അതല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ളതായിരിക്കാം. അത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എഗ്രിമെന്റിനെ നമ്മൾ വോയിഡ് എഗ്രിമെന്റ് ആയിട്ടാണ് കണക്കാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഈ നിയമവിരുദ്ധമായിട്ടുള്ള വ്യവസ്ഥകളെ ഇല്ലാതാക്കിയതിന് ശേഷം ഈ കരാറിനെ നമുക്ക് വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. If there is an agreement between A and B for the exchange of drugs and medicinal herbs for ₹5,000, then the agreement stands void even though the consideration of the agreement is legal. അതായത് എ ബി എന്നുള്ള രണ്ട് ആൾക്കാർ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. ആ എഗ്രിമെന്റിൽ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എ എന്നുള്ള വ്യക്തി ബിക്ക് ഡ്രഗ്സും അതുപോലെ കുറച്ച് പച്ചമരുന്നുകളും കൊടുക്കാം, ബട്ട് ഇൻ റിട്ടേൺ ബി എക്ക് 5,000 രൂപ തിരിച്ചു തരണം എന്നുള്ളതായിരുന്നു. ബട്ട് ഈ ഒരു എഗ്രിമെന്റിനെ നമുക്ക് വോയിഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കൺസിഡറേഷൻ ഇവിടെ ലീഗൽ ആണെങ്കിൽ പോലും ഇതിൽ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സ് കൈമാറ്റം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള അതല്ലെങ്കിൽ ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ഒരു എഗ്രിമെന്റിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. പക്ഷെ ഈ കേസിൽ തന്നെ നമ്മൾ ആ ഡ്രഗ്സ് എന്നുള്ള കാര്യം അവിടെ നിന്ന് റിമൂവ് ചെയ്തു. അതായത് എ ഡ്രഗ്സ് റിമൂവ് ചെയ്തിട്ട് വെറും നമ്മുടെ പച്ചമരുന്ന് മാത്രമാണ് ബിക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഗ്രിമെന്റിനെ വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് സെക്ഷൻ 26നെ കുറിച്ച് നോക്കാം. എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് മാരേജ് ഇസ് വോയിഡ്. അതായത് ഒരു മേജർ ആയിട്ടുള്ള ഒരു വ്യക്തി കല്യാണം കഴിക്കുന്നത് തടഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ വിലക്കിക്കൊണ്ടോ ഏർപ്പെടുന്ന എഗ്രിമെന്റ്സിനെ വോയിഡ് എഗ്രിമെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ മേജർ എന്നുള്ള വാക്ക് എക്സ്പ്രസ്ലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് മൈനേഴ്സിൽ ഉൾപ്പെടില്ല. ഒരു മേജർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കല്യാണം കഴിക്കുന്ന ആ ഒരു റൈറ്റ് അതല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു വ്യക്തി കല്യാണം കഴിക്കുന്നത് നിഷേധിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ വിലക്കിക്കൊണ്ടോ ഏർപ്പെടുന്ന എഗ്രിമെന്റ്സ് വോയിഡ് എഗ്രിമെന്റ് ആണ്. ലവ് വേഴ്സസ് പിയേഴ്സ് എന്നുള്ള ഒരു കേസിലുണ്ട്. ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എൻറ്റർ ചെയ്യുകയാണ്. ആ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിനെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും വ്യക്തിയെ കല്യാണം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിഫൻഡന്റ് പ്ലെയിൻറ്റിഫിന് 1,000 പൗണ്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു. ആക്ച്വലി ഈ ഒരു എഗ്രിമെന്റ് വോയിഡ് എഗ്രിമെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യിക്കും കൂടിയല്ല ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് വേറെ വ്യക്തിയെ കല്യാണം കഴിക്കുന്നത് റെസ്ട്രെയിൻ ചെയ്യുകയാണ് ഒരു കണക്കിന് ഈ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 27 നോക്കാം. അതായത് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് ഈസ് വോയിഡ്. അതായത് ഒരു വ്യക്തി നിയമപരമായിട്ട് ഒരു ബിസിനസ് അതല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അതല്ലെങ്കിൽ ഒരു ട്രേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റിനെ നമ്മൾ വോയിഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
അതായത് ഒരു വ്യക്തി നിയമാനുസൃതമായിട്ടുള്ള പ്രൊഫഷൻ, അതായത് ഇപ്പോൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കച്ചവടം, വാണിജ്യം ഇതൊക്കെ നടത്തുന്നത് തടഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന എഗ്രിമെന്റ്സ് വോയിഡ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സെക്ഷന് 2 എക്സെപ്ഷൻസും കൂടിയും കൊടുത്തിട്ടുണ്ട്. അതായത് സെയിൽ ഓഫ് ഗുഡ് വില്ലും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. സെയിൽ ഓഫ് ഗുഡ് വില്ല് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ബിസിനസിന്റെ ഗുഡ് വില്ല് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പർച്ചേസർക്ക് ആ മറ്റ് ഓപ്പോസിറ്റ് പാർട്ടിയുടെ മുകളിൽ ചെറിയ രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ ഇമ്പോസ് ചെയ്യാവുന്നതാണ്. അതായത് ഇനി നിങ്ങൾ ഈ ലോക്കൽ ലിമിറ്റ്സിൽ നിങ്ങൾ ഇതുപോലെയല്ല സെയിം ക്യാരക്ടറുള്ള ബിസിനസ് ഒന്നും നടത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാവുന്നതാണ്. അതിനെ നമുക്ക് സെക്ഷൻ 27 അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആ പർച്ചേസറിന്റെ ഇൻട്രസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ ആയതുകൊണ്ടാണ് ഇത് അലൗ ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളതാണ് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം പറഞ്ഞിട്ടുണ്ട്, there can be an agreement between the partners restraining anyone from carrying on any business other than that of the firm. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവും. സോ അതിൽ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം, അതിലുള്ള ഒരു പാർട്ട്ണർ ഈ ബിസിനസ്സിൽ പ്രവർത്തിക്കുക, അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ അവർ ഉള്ളിടത്തോളം കാലം വേറെ കച്ചവടം അതല്ലെങ്കിൽ വേറെ ബിസിനസ്സോ അതല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ക്യാരി ഔട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള എഗ്രിമെന്റിനെ നമുക്ക് വോയിഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സെക്ഷൻ 36ലും പറഞ്ഞിട്ടുണ്ട്, അതായത് റെസ്ട്രെയിൻ ആൻ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഫ്രം ക്യാരിങ് ഓൺ എ സിമിലർ ബിസിനസ് വിത്ത് സ്പെസിഫൈഡ് പീരിയഡ് ഓർ വിത്ത് സ്പെസിഫൈഡ് ലോക്കൽ ലിമിറ്റ്സ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഒരു പാർട്ട്ണർ സീസ് ചെയ്യണം, അയാൾ ഇനി ഇവിടെ പാർട്ട്ണറായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. സോ അങ്ങനെ പോകുന്ന പാർട്ട്ണറുടെ മുകളിലും ഇവർക്ക് ഒരു റെസ്ട്രിക്ഷൻ വെക്കാവുന്നതാണ്. അതായത് കുറച്ചു കാലത്തേക്ക്, അതായത് ഒരു സ്പെസിഫൈഡ് ടൈമിലോട്ട് ഇയാൾ ഈ സെയിം ക്യാരക്ടറുള്ള ബിസിനസ് ഈ പെർട്ടിക്കുലർ സ്പെസിഫൈഡ് ലോക്കൽ ലിമിറ്റിൽ ക്യാരി ഔട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്ട്രിക്ഷനും വെക്കാവുന്നതാണ്. ഇതിനെയൊന്നും നമുക്ക് സെക്ഷൻ 27 അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു കേസിലോ നോക്കാം, ഫേം ദൗലത് രാം വേഴ്സസ് ഫേം ധർമ്മചന്ദ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, 2 സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്ന 2 ബിസിനസ്മാൻസ് ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്യാണ്, ഇവരൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. അതായത് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഇവരിൽ ഒരു പേഴ്സന്റെ ഫാക്ടറി മാത്രമാണ് പ്രവർത്തിക്കാൻ പാടുള്ളൂ, മറ്റേ ഫാക്ടറി ആ സമയത്ത് അടച്ചിടണം എന്നുള്ളത്. ആൻഡ് മോറോവർ അപ്പം കിട്ടുന്ന പ്രോഫിറ്റ് ഇവർ തമ്മിൽ പങ്കുവെക്കും ചെയ്യും എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു എന്താ പറയുക, എഗ്രിമെന്റിനെ നമുക്ക് വാലിഡ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക. ഈ ഒരു റെസ്ട്രിക്ഷൻ വാലിഡ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സെക്ഷൻ 28 നോക്കാം. സെക്ഷൻ 28 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എഗ്രിമെന്റ്സ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ആർ വോയിഡ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തത് മൂലം, അതായത് ലംഘിച്ചത് മൂലം ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലോസ് അല്ലെങ്കിൽ നാശനഷ്ടം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അദ്ദേഹത്തിന് കോർട്ട് വഴി റെമഡി ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ അദ്ദേഹം കോടതിയിലോട്ട് പോകുന്നത്, അതായത് ഒരു കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ പോകണം, അതല്ലെങ്കിൽ ഈ ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന എഗ്രിമെന്റിനെ വോയിഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ റൈറ്റ് എടുത്തു മാറ്റിക്കൊണ്ടുള്ള എഗ്രിമെന്റ്, അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ചില ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് ഒരു കാര്യത്തിന്റെ മുകളിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് കുറച്ച് ലയബിലിറ്റി ഉണ്ടാവും. അത് ഓർഡിനറി ആയിട്ട് നടക്കുന്ന കാര്യമാണ്, ജനറലി ഉള്ള കാര്യമാണ്. ബട്ട് അയാൾക്ക് ഇനി തൊട്ട് അല്ലെങ്കിൽ ഈ കാര്യത്തിന്റെ മുകളിൽ ബാധ്യതയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന എഗ്രിമെന്റ്സ് വോയിഡ് എഗ്രിമെന്റ്സ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി കോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റൈറ്റ്സ് വിലക്കിക്കൊണ്ടും അതുപോലെ തന്നെ ഒരു വ്യക്തി ലയബിലിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും ഒക്കെ
പ്രതിപാദിച്ചുകൊണ്ടുള്ള എഗ്രിമെന്റിനെ നമ്മൾ വോയിഡ് എഗ്രിമെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സെക്ഷന് 3 എക്സെപ്ഷൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 2 എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്താൽ കോർട്ടിലോട്ട് പോകുന്നതിന് മുൻപേ നമുക്ക് ആർബിട്രേഷൻ വഴി അത് സെറ്റിൽ ചെയ്യാമെന്ന് പറയുന്നത്, അതായത് ഒരു ആർബിട്രേഷൻ ക്ലോസ് വെക്കുന്നത് ഒരിക്കലും ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ആൻഡ് അതുപോലെ തന്നെ ഇപ്പൊ 2 പാർട്ടീസ് തമ്മിൽ എഗ്രി ചെയ്യാണ്, അതായത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് അവരുടെ ഇടയിൽ അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഓൾറെഡി അറൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ആർബിട്രേഷൻ വഴി അവർക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താം എന്ന് പറയുന്നത് ഒരിക്കലും സെക്ഷൻ 28ന്റെ അണ്ടറിൽ വരില്ല. ആൻഡ് മൂന്നാമത്തെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് സേവിംഗ് ഓഫ് ഗ്യാരണ്ടി എഗ്രിമെന്റ് ഓഫ് എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാങ്കോ അതല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവരുടെ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്ലോസ് ഈ എഗ്രിമെന്റിന്റെ കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ആ ഒരു ഗ്യാരണ്ടി, ആ ബാങ്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ഒരു ക്ലോസ് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് ഈ സെക്ഷൻ 28ന്റെ അണ്ടറിൽ വരുന്ന റെസ്ട്രിക്ഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് സെക്ഷൻ 29 നോക്കാം, അതായത് എഗ്രിമെന്റ്സ് വോയിഡ് ഫോർ അൺസർട്ടനിറ്റി. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 2 പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തു. പക്ഷെ ആ എഗ്രിമെന്റിലെ ഭാഷ, അതല്ലെങ്കിൽ ആ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് എഗ്രിമെന്റിലെ കണ്ടന്റ് എന്ന് പറയുന്നത് അൺസർട്ടൻ ആയിരുന്നു. സോ അങ്ങനെ വരുന്ന എഗ്രിമെന്റ്സിനെ നമ്മൾ വോയിഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. എയും ബിയും ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുകയാണ്. എന്നിട്ട് എ പറയാണ് ഞാൻ നിങ്ങൾക്ക് ഇത്ര പറ ധാന്യം വിൽക്കാം എന്നുള്ളത്. പക്ഷെ ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം ധാന്യം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. എന്ത് ധാന്യം? ഒന്നും പറഞ്ഞിട്ടില്ല. ധാന്യം എന്താണ്? അരിയാണോ ഗോതമ്പാണോ? ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇങ്ങനെയുള്ള എഗ്രിമെന്റിനെ നമ്മൾ വോയിഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അത് അൺസർട്ടൻ ആണ് അതിലെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 30 നോക്കാം, അതായത് എഗ്രിമെന്റ്സ് ബൈ വേ ഓഫ് വേജർ ഇസ് വോയിഡ്. സോ വേജറിംഗ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് വോയിഡ് എഗ്രിമെന്റ് ആയിട്ടാണ് കണക്കാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേജറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വേജർ എന്ന് പറഞ്ഞാൽ ബെറ്റ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഒരു ഗെയിം ഓഫ് ചാൻസ് ആണ് ഈ വേജർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സും വൈയും ഒരു വേജറിംഗ് എഗ്രിമെന്റിൽ, അതായത് ഒരു ബെറ്റിൽ ഏർപ്പെടുകയാണ്. അതായത് നാളെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈ എന്ത് ചെയ്യും? എക്സിന് 500 രൂപ കൊടുക്കും. നാളെ മഴ പെയ്തില്ലെങ്കിലോ എക്സ് വൈക്ക് 500 രൂപ കൊടുക്കും. സോ ഈ ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഒരു അൺസർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചാൻസ് എടുക്കുകയാണ് ഇവർ രണ്ടുപേരും. സോ ഇങ്ങനെയുള്ള എഗ്രിമെന്റിനെ നമ്മളൊരു വേജറിംഗ് കോൺട്രാക്റ്റ് ആയിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. സോ സച്ച് എഗ്രിമെന്റ്സ് ആർ വോയിഡ് എന്നാണ് സെക്ഷൻ 30 പറയുന്നത്. വേജറിംഗ് എഗ്രിമെന്റ്സിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ അതിനെ കുറിച്ചിട്ട് വേജറിംഗ് എഗ്രിമെന്റ്സിനെ കുറിച്ച് മാത്രമായിട്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സെക്ഷൻ 30 പ്രകാരം എഗ്രിമെന്റ്സ് ബൈ വേ ഓഫ് വേജർ എന്ന് പറയുന്നത് വോയിഡ് ആണ്. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പറയാത്ത ഒരു സെക്ഷൻ കൂടി നോക്കാനുണ്ട്, അതായത് സെക്ഷൻ 56, എഗ്രിമെന്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്. ഇറ്റ് സേസ് ദാറ്റ് ആൻ എഗ്രിമെന്റ് ടു ഡു ആൻ ആക്ട് ഇമ്പോസിബിൾ ഇൻ ഇറ്റ്സെൽഫ് ഈസ് വോയിഡ്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റ് വോയിഡ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തിയോട് പറയാണ് ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് എയറിൽ നിങ്ങൾ ചിത്രം വരച്ച് കാണിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ചുമരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർഫസ് വേണം. അപ്പോൾ എയറിൽ ചിത്രം വരച്ച് കാണിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റ് വോയിഡ് ആണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.